ഉണ്ടാവും. എന്ത് വന്നാലും അവരെ നോക്കാൻ അമ്മയുണ്ട്. അപ്പൊ ഞാൻ കൂടെ നിന്നാ മതി, ഒരു സപ്പോർട്ടായിട്ട് നിന്നാ മതി എന്നുള്ള ധൈര്യം. തീർച്ചയായിട്ടും ക്രിസ് ബയോളജിക്കൽ ഫാദർ ആയതുകൊണ്ട് മാത്രം അച്ഛനാവില്ല. അതൊരിക്കലും എനിക്ക് വിശ്വാസമില്ല. ഇല്ല, എനിക്കത് നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങള് കല്യാണത്തിന് മുന്നേ എന്റെ ഒരു സ്റ്റുഡന്റ് എന്നെ അപ്പാന്ന് വിളിച്ചിരുന്നത് അത് അത്രത്തോളം ആത്മാർത്ഥ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോ ഒരു ഫാദർ ഫിഗർ എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് അച്ഛനാവാൻ കഴിയണം. ഇപ്പോ എല്ലാ പുരുഷന്മാരുടെയും മനസ്സിനകത്ത് ഒരു അമ്മയും കൂടിയുണ്ട്. അപ്പോ ചില സമയത്ത് കുഞ്ഞുമോള് സ്ട്രെസ്ഡാന്ന് പറയുമ്പോൾ കുഞ്ഞുമോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റും. ആ ഒരു ധൈര്യം എനിക്ക് എന്തായാലും എന്റെ ഭാഗത്തുനിന്നുണ്ട്. അത് കുഞ്ഞുമോക്ക് അത് മനസ്സിലാവാൻ ചിലപ്പോൾ എനിക്ക് വർഷങ്ങൾ എടുത്തെന്ന് വരും. ഐ ഡോണ്ട് നോ. അത് സാരില്ല, അത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? അപ്പൊ അതില് മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ അമ്മയ്ക്ക് എന്താണ് ആവശ്യം? ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ട് മതി. അതായത് ദേ കണ്ടോ ഇവരിങ്ങനെ ചെയ്യുന്നു എന്ന് പറയുക. അതായത് മക്കള് വലുതാവുമ്പോൾ അവര് മനസ്സിലാക്കില്ല അമ്മയ്ക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മ തകർന്നു പോകും എന്നുള്ളത്. അപ്പൊ എന്റെ ഇതിൽ പോലും ഞാൻ പല സമയത്തും അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കറിയാം അമ്മയുടെ മനസ്സ്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും വിളിച്ച് കളിയും ചിരിയൊക്കെ പറഞ്ഞ് ഞാൻ അതങ്ങ് സോൾവ് ചെയ്യും. അപ്പൊ അത് മക്കൾക്കത് മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല. 19 വയസ്സും 10 വയസ്സും എന്നൊക്കെ പറയുന്നത് കൊച്ചു കുട്ടികളാവര്. അപ്പൊ ആ സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹമുണ്ട്. പലപ്പോഴും വർക്ക് ഡസ് നോട്ട് അലൗ മീ. കാരണം എനിക്ക് എന്റെ കുടുംബം നോക്കണം എന്നുള്ള ഈ ഓട്ടത്തിനിടയിൽ ആ ഇൻസ്റ്റന്റിൽ ചിലപ്പോൾ എനിക്ക് ഉണ്ടാവാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ കുഞ്ഞുങ്ങളെ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം ഓക്കെ അല്ലാന്ന്. അതെനിക്ക് കണ്ണിൽ കണ്ടാ അറിയാം. അതുകൊണ്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാലും കോൾ ലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വീഡിയോ കോൾ ആയിരിക്കും. കാരണം ഞാൻ വീഡിയോ കോളിൽ വിളിച്ചിട്ട് എനിക്ക് കണ്ണ് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ഓക്കെ ആണോ അല്ലേന്ന് അറിയാം. അപ്പൊ ചില സമയത്ത് ഇങ്ങനെ മുടിയൊക്കെ ചെയ്യും, ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കാം, വെറുതെയാ. അപ്പൊ അത് ആസ് എ പേഴ്സൺ എനിക്കത് മനസ്സിലാവും. ബാക്കില് കുട്ടികൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന കറക്റ്റുണ്ടായോ ശരി. അപ്പൊ ഐ എം റിയലി ഇൻ എ ഫാമിലി നോ. ഞാനൊരു അച്ഛനാണ്, എനിക്ക് എന്റെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്ക് അതിന് സമയമില്ല. കാരണം എനിക്ക് എന്റെ കുടുംബം നോക്കണം. അതുകൊണ്ട് നാട്ടുകാർ എന്ത് വേണേ പറഞ്ഞോട്ടെ, അവരുടെ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വളരെ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം അവർക്ക് അതുവരെ അതായത് ക്രിസ് അവരുടെ ലൈഫിലേക്ക് അച്ഛനായിട്ട് വരുന്നത് വരെ ഒരുപാട് കാലം അവർക്ക് അമ്മ മാത്രമായിരുന്നു അച്ഛനും അമ്മയും, അല്ലേ ദിവ്യ? അച്ഛനും അമ്മയും അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? പക്ഷെ അതേ സമയം തന്നെ ഞാൻ നെഗറ്റീവായിട്ടല്ല, ഒരു പേടി ഉണ്ടാവും. ഞാൻ തുറന്നു പറയാട്ടോ. ഇപ്പൊ പുതിയൊരാള് അമ്മയുടെ സ്നേഹം ഷെയർ ചെയ്യാനായിട്ട് ഒരാള് വരുന്നു, അങ്ങനെ സാധാരണ എന്റെ മക്കളുടെ കാര്യം ഞാൻ പറയാം. എന്റെ മക്കൾക്ക് ഞാൻ കുഞ്ഞുമോളെ ഹേർട്ട് ചെയ്യോ എന്നുള്ള പേടിയാണ്. കാരണം അവര് കുഞ്ഞിനെ പോലെ നോക്കി നടക്കുന്ന അമ്മയാണ്. അവർ രണ്ടുപേരും ഒരു കുഞ്ഞിനെ പോലെ നോക്കുകയാണ് അമ്മേനെ. അപ്പൊ ഞാൻ കാരണം എങ്ങാനും ഞാൻ വിഷമിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കി ആ സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന മക്കളാണ്. പക്ഷെ അതിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ ചിൽഡ്രൻ. അതെ ദിവ്യ, ഇപ്പൊ ക്രിസ് ഇത് പറഞ്ഞു, ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യക്ക് എല്ലാം ഈ 2 മക്കളായിരുന്നു. അപ്പോൾ ദിവ്യക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കാം, എനിക്കൊരു നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രിയും അങ്ങനെയാണ്. എല്ലാം സിനിമ എന്ന് പറയണോ സീരിയൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രി മോശമാണെന്നോ അല്ലെങ്കിൽ IT എന്നുള്ളതാണെന്നല്ല, അങ്ങനെയൊന്നും പറയില്ല. എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ കേരളത്തില് ഒറ്റയ്ക്കായി പോകുന്ന സ്ത്രീകൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും, എന്തൊക്കെ ഇപ്പോൾ പണമുണ്ടെന്ന് പറഞ്ഞാലും, എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, കരിയർ ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മളുടെ ഫെയിം നമുക്കുണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞാലും ഒറ്റയ്ക്കായിട്ടുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് സമൂഹമുണ്ട്. അങ്ങനെ ആ ടാർഗറ്റിന്റെ മുൾമുനയിൽ നിന്ന ഒരാളാണ് ദിവ്യ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആളെ നമ്മുടെ സുരക്ഷിതത്വം എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് റൈറ്റ് പേഴ്സൺ. ആദ്യം ഒരു അബദ്ധം പറ്റി, ഇനി ആ അബദ്ധം ഒരിക്കലും പറ്റരുതെന്ന് വിചാരിച്ചാണ് ക്രിസ്, എനിക്ക് തോന്നുന്നു ദിവ്യ ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക്. അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നോ സത്യത്തിൽ? അങ്ങനെ പറയരുത് ദിവ്യ, പറയൂ. അല്ല, ഞാന് പറഞ്ഞില്ലേ ചേച്ചി, ഇതുപോലെ തന്നെ എനിക്ക് നമുക്ക് ഇത് ഞാൻ പറഞ്ഞ സപ്പോർട്ടിന് വേണം നമുക്ക്. അല്ലാണ്ട് നമ്മളെ മുതലെടുക്കാൻ വേണ്ടി ഒരാളെ ജീവിതത്തിലേക്ക് വരരുത്. അതുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്താണ്, നമ്മൾ ഈ ആർട്ടിസ്റ്റ് എന്നതിൽ നിൽക്കുമ്പോ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് വേറെയാ. നമ്മളാണെങ്കിൽ പൊട്ടന്മാര് സ്നേഹത്തിന് വേണ്ടി, അല്ലേ? നമ്മൾ പെണ്ണെന്ന് പറയുന്ന വർഗം അങ്ങനെയാ. ആണുങ്ങൾ ഒരു സ്നേഹം കിട്ടാത്തവര് ഒരു സ്നേഹം ആരെങ്കിലും തരുവോ എന്ന് വെച്ചാൽ നല്ലോണം സ്നേഹിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുത്ത് സ്നേഹിക്കലേ. എല്ലാരും അനുഭവം ഇതായിരിക്കും. പക്ഷെ ആരും തുറന്ന് പറയില്ല എന്ന് മാത്രം. അവൻ നല്ലോണം സ്നേഹിക്കണ്ടല്ലോ എന്നെ. ആടാ ഒരു 5000 ഉണ്ടാ,
അയ്യോ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യാ, കടം അവിടെ കട ഇവിടെ, ഓ അതെയാന്ന് കടമുണ്ടാ. അപ്പൊ നമ്മളെന്താ പറയാ, അത് നോക്കൂല, നമ്മള് കടം വാങ്ങി അങ്ങോട്ട് കൊടുക്കുക, സ്നേഹമല്ലേ അല്ലെങ്കിൽ കയ്യിലെ വള ഊരി കൊടുക്കും. കിട്ടുന്നത് അവസ്ഥ. നമ്മള് ശരിക്കും പറഞ്ഞ പൊട്ടന്മാരാ, ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ പൊട്ടന്മാരാ. അപ്പൊ ആയിക്കോട്ടെ, പൊതുവെ സത്യമാണ്, ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആട്ടോ, അതിന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ദിവ്യ. നമ്മളൊക്കെ പറയുന്ന വലിയ വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല, സത്യസന്ധമായിട്ടുള്ളത് പറഞ്ഞു. ചെയ്ത ഒരു കാര്യം കൂടെ പറയാം. ഒരു ഹ്യൂമൻ അത്രയേ ഉള്ളൂ, അത് പെണ്ണാവണമെന്നില്ല. ആണുങ്ങളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണോ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡില് വാട്ട് എ മാൻ ക്യാൻ അണ്ടർഗോ, അത് ഞാൻ പോയിട്ടുണ്ട്. അത് എൻ്റെ അമ്മയോട് ചോദിച്ചാൽ അറിയാം. ഞാൻ വാട്ട് ഐ വെൻ ത്രൂ എന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് അറിയാം. കുറേയൊക്കെ അമ്മ പോലും കേട്ടിട്ടില്ല, അമ്മയ്ക്ക് പോലും കേൾക്കാൻ പറ്റാതെ, അതായത് അത്രത്തോളം സ്ട്രെയിൻ അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അറിയാം ഇതിൽ കൂടുതലുണ്ട്, പക്ഷെ അത് എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇല്ല എന്നുള്ളത്. അത് ക്രിസ് പറയാനും ആഗ്രഹിക്കുന്നില്ല പുറത്തേക്ക്. എന്തിന്? അതെ, പറഞ്ഞ വെറുതെ എന്തിന്? ആൾക്കാർക്ക് കാണുമ്പോ ഇവൻ ജാടയാണ്, ഇവൻ താടിയാണ്, ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയണ, വെറും ഈ കോമാളിയാണെന്ന് പറയുന്നത് പറഞ്ഞോട്ടെ. ഞാൻ അനുഭവിച്ചത് ഞാൻ അറിഞ്ഞു, കുഞ്ഞുമോൾ അറിഞ്ഞു, മതി. ഈ കുറ്റപ്പെടുത്തവനും ഇതേ സ്റ്റേജിൽ പോകുന്നവരായിരിക്കും, എന്നാലും അതിന് വേറൊന്നുമില്ല, അതിന് ചെറിയ അസൂയ, കുശുമ്പ് എന്നൊക്കെയാണ് വാക്കുകൾ. അത്രേ ഉള്ളൂ അതില്. ആസ് എ ഹ്യൂമൻ നമ്മൾ എല്ലാവരും സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഒരു കോംപ്രമൈസ് വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ മാനിപ്പുലേറ്റിംഗ് ബിഹേവിയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മുതലെടുത്ത് ജീവിക്കാം. അപ്പൊ ഇത് ആണായാലും പെണ്ണായാലും, അതായത് ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ തലയിൽ ചവിട്ടി ഡാൻസ് കളിക്കാൻ തീരുമാനിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അതേപോലെ തിരിച്ച് ഇവൾ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ ഇവളുടെ സ്വത്ത് മുഴുവൻ എനിക്ക് അടിച്ചെടുത്ത് ഞാൻ ജീവിക്കാന്ന് കഴിയുന്ന പുരുഷന്മാരുണ്ട്. എന്തും. അപ്പൊ ഇതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഞങ്ങൾ കല്യാണം അറിയിച്ചു, ഞങ്ങൾ എല്ലാരെയും അറിയിച്ചു തുടങ്ങിയപ്പോ കുഞ്ഞുമോക്ക് ഒരു ഫോൺ കോൾ, ഇവനെ കുറിച്ച് അന്വേഷിച്ചിട്ടാണോ, ഇവൻ ആള് മഹാ മോശമാണ് എന്ന് വളരെ മോശമായിട്ടുള്ള ഒരാളാണ് വിളിച്ചു പറയുന്നത്. ശരി, നീ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അപ്പൊ അങ്ങനെ വാർണിംഗ് ഒക്കെ. അപ്പൊ അതുപോലെ തന്നെ അവൾക്ക് പഠിപ്പില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറയാം, എന്റെ അടുത്ത് അത് ഒരേ സ്ഥലത്ത് നിന്നാ വരുന്നതെന്നാണ് ഏറ്റവും കോമഡി. നിങ്ങളുടെ വൈബ് കറക്റ്റ് ആവില്ല. അയ്യോ ദിവ്യക്ക് പഠിപ്പൊന്നുമില്ല, എക്സ്പോഷർ ഇല്ല. ക്രിസ്റ്റിന് ഭയങ്കര എക്സ്പോഷർ ഉള്ള ആളാണ്, എഡ്യൂക്കേറ്റഡ് ഞാൻ ചോദിക്കട്ടെ, ഞാൻ കുഞ്ഞുമോളോട് പറഞ്ഞു, നിനക്ക് ഇംഗ്ലീഷ് അറിയാത്ത സ്ഥലത്ത് നിനക്ക് നാവാവാൻ ഞാനുണ്ട്. എനിക്ക് കണ്ണൂർ ഭാഷ അറിയില്ല, അവിടെ നീ എനിക്ക് നാവായിക്കോ, കുഴപ്പമില്ല. എന്റെ അടുത്ത് പറഞ്ഞു, എന്താ പറയാ, ഞാൻ പറഞ്ഞു, അത് മീൻസ് അതായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് നല്ലൊരു കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല കുട്ടി തന്നെയാണ്. പക്ഷെ ക്രിസ്സിന് കുറച്ചും കൂടി വിദ്യാഭ്യാസം ഇല്ല, ആരെങ്കിലും നോക്കിയാ പോരുന്നു. ക്രിസ് ഉണ്ടായിരുന്ന സമയത്ത് ഇവരൊക്കെ എവിടെ പോയി ചോദിക്കുന്നത്. ഈ കല്യാണത്തിന് മുന്നേ ഈ പറഞ്ഞവരൊക്കെ എവിടെ പോയി? ലൈഫ് അറിയുന്നവരാ. പിന്നെ എല്ലാം തികഞ്ഞ അങ്ങനെ വിദ്യാഭ്യാസവും സൗന്ദര്യവും സ്റ്റാറ്റസും ഒക്കെ തികഞ്ഞ ഒരാളെ എന്താ കൊണ്ടേ കൊടുക്കാതിരുന്നത്? ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടാ, അത് എനിക്കത് ഫീലായപ്പോ ഞാൻ പറഞ്ഞ കേട്ടോ, ശരിയാന്ന്, എനിക്ക് പഠിപ്പില്ല. കാരണം 18 വയസ്സിൽ ഞാൻ പിന്നെ അവിടെ പഠിപ്പും മുടങ്ങിയ പിന്നെ എന്തോ ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം, അന്ന് ഇംഗ്ലീഷ് മീഡിയം നമ്മൾ പഠിച്ചില്ല, മലയാളം ഒരു അറിയാലോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരേ ഒരു വാക്ക്, മലയാളം അറിയില്ലേ? ഞാൻ മലയാളം അറിയാം, അതിനെ കണ്ണൂരാണ് സംസാരിക്കുമ്പോ അതെന്നെ ചിലവർക്ക് മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു, എനിക്ക് സ്നേഹിക്കാൻ പറ്റൂലേ, എനിക്ക് നല്ലൊരു ഭാര്യയാവാൻ പറ്റൂലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഒരേ ഒരു വാക്ക്, എനിക്ക് ഭാര്യയാവാൻ പറ്റും, എനിക്ക് സ്നേഹം തരാൻ പറ്റും, ഇതെനിക്ക് തരാൻ പറ്റും. അതിൽ കൂടുതൽ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. അതാണ് ഇല്ലാതിരുന്നതും. ബിക്കോസ് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജ് ഓൾഡ് ട്രഡീഷൻ, നമ്മുടെ കുട്ടിക്ക് പണ്ടത്തെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഒരു 14 വയസ്സായ കുട്ടി ഒരു 5 വയസ്സ് 6 വയസ്സായ കുട്ടിയുമായിട്ട് ഒരു ചൈൽഡ് മാരേജ് നടത്തും. എന്നിട്ട് അവർ രണ്ടുപേരും അവരുടെ 2 വീട്ടിലേക്ക് പോകുന്നു. പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് ഇവർക്കൊരു മുഹൂർത്തം കുറിച്ച് ഇവർ ചേർന്ന് വരുന്നു. പലപ്പോഴും അക്കാലത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ജോണ്ടിസും അതുപോലത്തെ രോഗങ്ങളും വന്ന് അവര് ഹസ്ബൻഡ് മരിച്ചു പോകുന്നു, 5 വയസ്സ് 6 വയസ്സായ കുട്ടി വിഡോ ആകുന്നു എന്നൊക്കെയുള്ള നെഗറ്റീവ് സൈഡ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തീക്ക് ചുറ്റും നടക്കുമ്പോൾ ആ കൊച്ചു കുട്ടികൾ പറയുന്നത്, നിന്റെ ആവശ്യത്തിന് ഞാൻ നിന്റെ കൂട്ടിനുണ്ടാവും, നിനക്ക് ഞാൻ താങ്ങും തണലും ആവും, ഞാൻ കഴിച്ചില്ലെങ്കിലും നിന്നെ ഞാൻ കഴിപ്പിക്കും, ഞാൻ ഉടുത്തില്ലെങ്കിലും ഞാൻ നിന്നെ ഉടുപ്പിക്കും എന്ന് ഒരു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി ആ റെസ്പോൺസിബിലിറ്റി പഠിപ്പിച്ചിരുന്നൊരു സിസ്റ്റം. ഇത് വലുതായി കഴിഞ്ഞ ആൾക്കാർക്ക് എന്താ മനസ്സിലാവാത്തത്? ഞാൻ അഗ്നിക്ക് ചുറ്റും പോകുമ്പോൾ കുഞ്ഞുമോളുടെ കൈ പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാലിലെ കട്ടവിരൽ പിടിച്ച് ഞാൻ അമിയിൽ വെച്ചിട്ട് ഞാൻ പറയാണ്, അവിടെ ഇതാ നോക്കൂ, അരുന്ധതിയെ കാണൂ, അതുപോലെ നമ്മൾ ചേർന്നിരിക്കണം, എത്ര കാലം കഴിഞ്ഞാലും ചേർന്നിരിക്കണം, അതുപോലെ ഇരിക്കണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ട് മാത്രമേ ഞാനത് പറയാവൂ. ഞാൻ തീക്ക് ചുറ്റും എടുത്ത ആ സത്യങ്ങൾ, ആ സപ്തതി എന്ന് പറയുന്ന അതിനിടയ്ക്ക് ഞാൻ എടുക്കുന്ന ഈ കാര്യങ്ങൾ,
കുഞ്ഞുമോക്ക് എന്താണോ ആവശ്യമുള്ളത്. ഐ ഡോണ്ട് വാണ്ട് ഹർ ടു ബി ടേണിംഗ് ഔട്ട് ടു ബി എ വീഗൻ ഓർ എ വെജിറ്റേറിയൻ ഫോർ മീ. ബിക്കോസ് ജീവിതകാലത്ത് എന്താണോ കഴിച്ചിട്ടുള്ളത് അത് തന്നെ കഴിക്കണം. എന്റെ മക്കളും അങ്ങനെ തന്നെ കഴിക്കണം. അത് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ഉണ്ടാവണം. അതേപോലെ ഞാൻ കഴിക്കുന്നത് ഇനി മുതൽ നീ നോൺ വെജ് കഴിക്കണം എന്ന് ഇവരാരും പറയുന്നില്ല. അതിനേക്കാളും കൂടുതൽ എന്താണ് നല്ല ലൈഫ് ഉണ്ടാവുന്നത്? ക്രിസ്, ഞാനൊരു സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റീൽസിൽ നോക്കിയപ്പോൾ ദിവ്യയുടെ കാലിൽ ചിലങ്ക് കെട്ടി കൊടുക്കുന്ന ക്രിസിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ദിവ്യ ഡാൻസ് ചെയ്യുന്ന വീഡിയോ. അതിന്റെ താഴെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കമന്റ്സിനെ കാണുന്നത് ഒന്നും നോക്കിയിട്ട് ആവശ്യമില്ലാത്തതിനെ അപ്പം തന്നെ എടുത്ത് കളയും. ഇപ്പൊ എന്നെയും ഒരുപാട് ബുള്ളി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലതും പറഞ്ഞ്. പക്ഷെ നമ്മൾക്ക് അറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത്. നമ്മൾ ലോപ്പ് സൈഡഡ് വൺ സൈഡഡ് ആയിട്ടല്ല ചിന്തിക്കുക. അപ്പൊ ആ കമന്റ് സെക്ഷനകത്ത് ദിവ്യക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, മോഹിനിയാട്ടം എത്ര വർഷം കൊണ്ട് ചെയ്യേണ്ടത്, ഒരു സെമി ക്ലാസിക്കൽ മ്യൂസിക്കിന് ആണ് ചെയ്തത് അല്ലെ, വേഷം മാത്രമേ മോഹിനിയാട്ടത്തിന്റെ ഉള്ളൂ. അപ്പോ ഞാനപ്പോ അത് എനിക്ക് തോന്നിയൊരു കാര്യം ഇതാ, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, നമുക്ക് അറിയുന്നത് പോലെ അത് ചെയ്യുക, അത് ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം, വേണ്ടാത്തവർക്ക് ദേ ഹാവ് ഓപ്ഷൻസ്. മലയാളികൾക്ക് ഏറെ സുപരിചിതരായ താരങ്ങളാണ് ദിവ്യയും ക്രിസും. ദിവ്യയും ക്രിസിനെയും കൂടുതലായിട്ട് അറിഞ്ഞത് ഇവരുടെ വിവാഹത്തോടെയാണ്. ഈ ഒരു പ്രായത്തിൽ വിവാഹം കഴിക്കുമോ, മുത്തശ്ശനാണോ കൈപിടിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളോടെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ദിവ്യയുടെയും ക്രിസിന്റെയും വിവാഹം നടന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇവർ 1ാം വിവാഹം വാർഷികം ആഘോഷിക്കുകയും ചെയ്തു. ഇപ്പോൾ 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു വിശേഷം ഉണ്ട് എന്ന് അറിയിക്കുകയാണ് ദിവ്യയും ക്രിസും. വിവാഹിതരായ ദിവസം മുതൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങുന്നവരാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും. 2 മക്കൾക്കൊപ്പം സന്തുഷ്ടമായി ജീവിക്കുമ്പോഴും സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണങ്ങൾ ഇരുവർക്കും നേരെ തുടരുകയാണ്. പലപ്പോഴും ഇരുവരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ മകളുടെ മുന്നിൽ വെച്ച് റൊമാൻറ്റിക് റീൽസ് ചെയ്തുവെന്ന് പറഞ്ഞ് വിമർശിച്ചവർക്കും ഗർഭിണിയാണെന്ന് പറയുന്നവർക്കും ദിവ്യ മറുപടി നൽകുകയാണ്.